ശ്രീ റെജി ലൂക്കോസ്, എൻ.ഇ. സുധീർ ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് MT എന്നോട് പറഞ്ഞത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പറയാൻ കഴിയുന്ന ഒന്നാണ്. MT അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം എഴുതുന്നത് അത് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലാണ്. ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം CPM-ന്റെ ചേർന്നെടുത്ത തീരുമാനം എന്ന് പറയുന്നത് കൂടുതൽ ചർച്ച വേണ്ട എന്നാണ്. പ്രതികരിച്ച് വഷളാക്കേണ്ടതില്ല, വിമർശിക്കേണ്ടതില്ല എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ആത്മവിമർശനത്തിന് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? EPയെ പോലെ ഒരാൾ എന്തുകൊണ്ടാണ് അത് കേന്ദ്രത്തിനെതിരെ എന്ന് അങ്ങനെ അങ്ങ് പരിഭാഷപ്പെടുത്തി കണ്ണുകെട്ടി കളിക്കുന്നത്? മധു, ഇവിടെ 3 പേരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണ് സംസാരിച്ചത്. ബഹുമാനപ്പെട്ട ജയശങ്കർ സാറ് മാത്രം കേന്ദ്ര സർക്കാരിനെ വേണമെങ്കിൽ ആ വിമർശനത്തിൽ ഉൾക്കൊള്ളാമെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എനിക്കുള്ള ചോദ്യത്തിലുള്ളൂ, മാതൃഭൂമി എന്തിനാണ് ഇന്നലെ 20 വർഷങ്ങൾക്ക് മുമ്പ് താൻ എഴുതിയ സ്നേഹാദരങ്ങളോടെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നും ചരിത്രപരമായ ആവശ്യം എന്ന ലേഖനം അദ്ദേഹം വായിച്ചു? 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചത് പിണറായി വിജയനല്ല. നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ തിരുത്തുണ്ട്. അതായത് മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ച് ഏക്കാനയുടെ കാലത്ത് നടന്ന ആദിവാസിയെ വെടിവെച്ച് വന്ന മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട MD വാസുദേവന്മാരുടെ വിമർശനം നിശ്ചിതമായ വിമർശനമായിരുന്നു. അതുകൂടാതെ മറച്ചു വെച്ച വേറൊരു വിമർശനമുണ്ട്. 2003 ആ ലേഖനം വന്നത് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടായല്ലോ, അതിൽ അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ രണ്ടാമതൊരു ചോദ്യമായി ചോദിച്ചത് അങ്ങ് കേട്ടില്ലേ? അല്ല, ഇങ്ങനെ തടസ്സപ്പെടാതെ ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ കട്ടായിട്ടാണ്. നോട്ട് നിരോധനത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട MD വാസുദേവൻ ആദ്യം നിശ്ചിതമായിട്ട് വിമർശിച്ചു. അന്ന് ആരാധ്യനായ കേരളത്തിൻ്റെ അഭിമാനമായ ജ്ഞാനവൃദ്ധനായ MDയെ BJP RSSകാർ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അപമാനിച്ചത് കേരളത്തിനറിയാം, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. 124ഓളം MPമാരെ, പ്രതിപക്ഷ MPമാരെ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ പോലും 1 മാസക്കാലം തിയേറ്ററിൽ കളിച്ചപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. നെറ്റ്ഫ്ലിക്സിനത് OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ മാത്രമാണ് ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് അത് പ്രശ്നമുണ്ടായത്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ OTT പ്ലാറ്റ്ഫോമാണ്. അവർക്ക് പക്ഷേ അവർ മാപ്പ് പറഞ്ഞ് ആ സിനിമ പിൻവലിക്കേണ്ട സാഹചര്യം വന്നൊരു ഇന്ത്യയിൽ MPമാരെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഇറക്കി വിട്ട് സസ്പെൻഡ് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ബലികഴിപ്പിച്ചൊരു സാഹചര്യത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് താൻ എഴുതിയ ഒരു ലേഖനം അതേപടി ജനാധിപത്യത്തിൻ്റെ അപകട വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം അന്ന് എഴുതിയത് സാർ ചക്രവർത്തിമാരുടെ സാറിസ്റ്റ് ഭരണത്തിനെതിരെ അന്നത്തെ ഓസ്ട്രിയൻ എഴുത്തുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ നിശ്ചിതമായ വിമർശനങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ജനാധിപത്യ അപകടത്തിലാണെന്നുള്ള വ്യക്തമായ സന്ദേശത്തോടുകൂടി അത് വായിച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാണ് മാധുവിനും മാതൃഭൂമിക്ക് അത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണെന്ന് പറയാനുള്ള തിടുക്കം? എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് പോലും വിലക്കേർപ്പെടുത്താനായിട്ട് യാതൊരു മടിയുമില്ലാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ആ സർക്കാരിനെതിരെയാണെന്ന് പറയാൻ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അവിടാണ് ഞാൻ ജയശങ്കർ സാറിനെ കോട്ട് ചെയ്ത് വേണമെങ്കിൽ മോഡിക്കെതിരെ മമതാ ബാനർജിക്കെതിരെ ആണ് എന്ന് വേണം വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹമീദ് സാറിനെ പോലെ, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഹമീദ് സാറിനെ പോലെ ഒരാൾ മോഡിക്കെതിരെ അല്ല എന്ന് പറയാനായിട്ട് അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്തിന്റെ ചരിത്രപരമായിട്ടുള്ള അപകടം ഈ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിനും യാതൊരു വിലക്കുമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ മാധ്യമ വിലക്കുകളെയും ജനാധിപത്യ വിലക്കുകളെയും നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അത് വായിച്ചുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തുന്നത്? ശരിയാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശ്രദ്ധിക്കുകയും വേണം. ആ പ്രശ്നം പരിഹരിച്ച ഉടൻ
ആരാണോ സംസാരിച്ച് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഞാൻ ശ്രീ റെജി ലൂക്കസിലേക്ക് വരികയും ചെയ്യും എന്ന് വിചാരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് തെറ്റിദ്ധാരണാജനകമാണ്. ഒന്ന്, 2003 മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യം, ആ സാഹചര്യം പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് സൂചിപ്പിച്ചു, അത് പ്രേക്ഷകർ കേട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെ ആകാം, എന്തിനാണ് നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് വാശി പിടിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയാകാം, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയാകാം, അമിതാധികാര പ്രയോഗമുള്ള ഏതു നേതാവിനും ആത്മവിമർശനത്തിനുള്ള അവസരമായി കണക്കാക്കാമല്ലോ എന്ന്. അങ്ങനെ ആരെയും ചാപ്പകുത്തി മുന്നോട്ട് പോകുന്ന നിലപാടൊന്നുമില്ല. പക്ഷേ ഇത് എന്നെ അല്ല, ഇത് ഇദ്ദേഹത്തെയാണ് എന്ന് പറയാനുള്ള ബോധ്യം എവിടെ നിന്നാണ് CPM പോലെ ഒരു പ്രസ്ഥാനത്തിന് അതിന്റെ നേതാക്കൾക്കുണ്ടാകുന്നത്? കേന്ദ്ര സർക്കാരിനെയാണ് എന്നുറപ്പിച്ചു പറയാൻ എന്താണോ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ തന്നെ CPM-ന്റെയോ പാർട്ടിയുടെ വിമർശകർക്ക് അതേ അധികാരം ഉപയോഗിച്ച്, അതേ ലാവണം ഉപയോഗിച്ച് ഇതുമാകാമല്ലോ. അപ്പോൾ നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾക്ക് ആധികാരികതയുണ്ടെന്നും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് ആധികാരികതയില്ല എന്നും പറയാനുള്ള മാനദണ്ഡം എന്ത് എന്നൊരു ചോദ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങയുമായുള്ള ആശയവിനിമയം പുനഃക്രമീകരിക്കുന്ന അതേ സമയത്ത് ഞാൻ അങ്ങിലേക്ക് തിരികെയും വരാം. വേണ്ടത് ആദ്യഘട്ടത്തിൽ ശ്രീ റെജി ലൂക്കോസിന് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാഷെ ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ശ്രീ റെജി ലൂക്കോസ്, കഴിഞ്ഞ ദിവസമാണ് ശ്രീ M. മുകുന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ച വീഴ്ചകളെ കുറിച്ച് പറഞ്ഞത്. അതിനു മുൻപ് ശ്രീ സച്ചിദാനന്ദൻ ഒരു വിമർശനം നടത്തിയത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ശ്രീ NS മാധവൻ, സാനുമാഷ്, സക്കറിയ ഉപയോഗിച്ചൊരു വാക്ക്, സക്കറിയ ഇങ്ങനെയാണ് പറഞ്ഞത്, വീരാരാധനയിൽ പെട്ടുകിടക്കുന്ന മണ്ടൻ സമൂഹമാണ് നമ്മുടേത്. ഇന്നലെ കേട്ടത് വീരാരാധന എന്ന വാക്കാണ്. അത് LDF കൺവീനറുടെ ശബ്ദത്തിലാണ് കേട്ടത്. വീരാരാധനയാണ് അദ്ദേഹത്തിനും പലർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോടെന്ന്. MT പറഞ്ഞതിൽ വ്യക്തിപൂജയുമുണ്ട്. ആചാരപരമായ വ്യക്തിപൂജാ വേദികളിൽ EMS-നെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വ്യക്തിപൂജാ വിവാദങ്ങൾ വലിയ സജീവമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. MTക്ക് അറിയാത്ത രാഷ്ട്രീയമില്ല. അദ്ദേഹം ഇടപെടാത്ത, അദ്ദേഹം ഗ്രഹിക്കാത്ത, അദ്ദേഹം അറിയാത്ത, ഇടപഴകാത്ത രാഷ്ട്രീയവുമില്ല. നവതി പിന്നിട്ട ഒരു മനുഷ്യന് കേരളത്തിലെ ഏറ്റവും യൗവനതീഷ്ണമായ ശബ്ദം അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആക്റ്റീവാണ് അദ്ദേഹത്തിന്റെ ബൗദ്ധിക തലം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെ റദ്ദു ചെയ്യാൻ കഴിയുന്ന അടിസ്ഥാനം എന്താണ്? ആത്മവിശ്വാസം എന്താണ്? അല്ല, അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ജനാധിപത്യത്തിനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ താൻ, അല്ലെങ്കിൽ അതിനെ ഒരു പ്രഡിക്റ്റബിളായിട്ട്, ഒരു പ്രവാചകനെ പോലെ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ച് അദ്ദേഹം പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ വായിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത്? മോഡിയുടെ സാന്നിധ്യത്തിലല്ല വായിക്കുന്നത്, മോഡിയുടെ സാന്നിധ്യത്തിലല്ല അദ്ദേഹം വിമർശിച്ചത്, അതുകൊണ്ട് മോഡിയെ ഒഴിവാക്കണം എന്ന് പറയുന്നത്, അല്ല കേന്ദ്ര സർക്കാരിനെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു. അല്ല, അങ്ങ് പറയുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. മറ്റാരും പറയുമ്പോൾ ഞാൻ ഇടപെടാത്തത് ഞാൻ പറയാത്ത കാര്യങ്ങളെ പറ്റി അവർ പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല, മാധു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലോ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും പറയുന്നത് ജനം കേട്ടോണ്ടിരിക്കുകയല്ലേ. അതിന് മറുപടി പറയാൻ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയരുത്. മറ്റാർക്കും ബാധകമല്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാതൃഭൂമി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാധു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നങ്ങ് ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, ആവർത്തിച്ചു പറയുന്നു, പറഞ്ഞിട്ടില്ല. പറയൂ. അല്ല, അത് ആ വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എങ്ങോട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. മോഡിയെ ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് MD വാസുദേവൻ നായർ സാറിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ കേരളം ആദരിക്കുന്ന ജ്ഞാനപീഠ അവാർഡും അതുപോലെ കേരളത്തിന് അഭിമാനവുമായുള്ള നവതി കഴിഞ്ഞ 90 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ വളച്ചൊടിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യസ്ഥനാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുമൊക്കെ പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ചില പോയിന്റുകളെ കുറിച്ച് തന്നെയാണ് ഞാൻ ഖണ്ഡിക്കുന്നത്. അതായത് MD വാസുദേവൻ നായർ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ജനാധിപത്യ രീതികളെക്കുറിച്ചും അദ്ദേഹം ഇതിനു മുമ്പ് വളരെ നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അത് BJP-കാരുടെ സാന്നിധ്യത്തിലല്ല, BJP നേതാക്കന്മാർ വേദിയിലുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയേണ്ട സംഭവം തന്നെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയല്ല എന്ന് മാധുവിന് പറയാൻ പറ്റുമോ? അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സാറിസ്റ്റ് ഭരണകൂടത്തിനെ കുറിച്ച്, ഓസ്ട്രിയൻ എഴുത്തുകാരുടെ നിശ്ചിതമായ വിമർശനങ്ങളെ കുറിച്ച് അദ്ദേഹം വായിച്ചാൽ അത് പറയുന്നുണ്ട്. ആ ലേഖനത്തിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിമർശിക്കാൻ പാടില്ല അത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ എന്നും ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഒരു സംഘം മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് വേട്ടയാടുന്ന പതിവ് കാഴ്ച തന്നെയാണ്.
പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇതിൽ തന്നെ ഉറച്ചു സംസാരിക്കാൻ ആഗ്രഹിക്കുക. MT വാസുദേവൻ നായർ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചുവെങ്കിൽ അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് സംസാരിക്കേണ്ടത്. ഇന്ത്യയിൽ നിന്ന് ശ്വാസം വിടാൻ പറ്റുന്ന ജനാധിപത്യ പ്രക്രിയയും ഭരണകൂടം ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ഇപ്പൊ തമിഴ്നാട്ടിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. കർണാടക പ്രതീക്ഷയിൽ നിന്ന് അപ്പുറത്തായി കഴിഞ്ഞു. ഒരു ഹിന്ദുത്വ അജണ്ട കർണാടക സർക്കാർ വോട്ടിന് വേണ്ടി മാത്രം ചില ജനാധിപത്യം പറയും. ഇപ്പൊ അതിലേക്ക് അവർ വ്യതിചലിച്ചു പോയി. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അങ്ങനെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടും പൗരാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പൗരത്വ ബില്ലിനെതിരെ ഇന്ത്യയിൽ രണ്ടാമതായിട്ട് ഏകകണ്ഠമായിട്ട് ബില്ല് അവതരിപ്പിച്ച് പ്രമേയം അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഒരു സർക്കാർ ഇവിടെ നടക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, മറ്റൊരു മുഖ്യമന്ത്രി ഇത്ര ചടുലമായി ഇതിന് സംസാരിക്കാറില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് 124 MLA ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത്. MLA ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ പുറത്താക്കിയ ഒരു കേന്ദ്ര ഭരണകൂടം. അപ്പോൾ അതിനെതിരെയുള്ള വിമർശനങ്ങളുമായിട്ട് തന്റെ 20 വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ലേഖനം പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം വായിച്ചുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് പിണറായി വിജയനെ തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന അല്ല, എനിക്ക് ഒരു തർക്കവുമില്ല. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ തന്നെ ഉദ്ദേശിച്ചാണ് സംസാരിച്ചത് എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും അതിന്റെ സൂചന അങ്ങേക്ക് ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ കൂടി അത് ബോധ്യമാകേണ്ടതുണ്ട് എന്ന ആവശ്യകത അങ്ങേപ്പോൾ തന്നെ എനിക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റിയോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പറ്റിയോ എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? ഒന്ന് വിശദീകരിച്ച് തരണേ. അല്ല, ആദ്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടത് MT വാസുദേവൻ എന്നുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ ചൂള എന്ന സിനിമയെക്കുറിച്ചും അതിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അന്ന് അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യം ഇന്ന് ഒരു കലാസൃഷ്ടിക്ക് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളം കടന്നുപോയതും MT വാസുദേവൻ നായർ വളരെ വളരെ വ്യക്തമായ രീതിയിൽ വളരെ ചെറിയ അക്ഷരങ്ങളോട് കൂടി ആർക്കും സംശയിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ കൃത്യമായി അളന്നു മുറിച്ച് സംസാരിക്കുന്ന വ്യക്തിത്വം. അതേ ഇന്ന് വരെ താൻ പറഞ്ഞതിനെക്കുറിച്ച് വിശദീകരണമായിട്ട് ഇന്ന് വരെ കേരളത്തിന് മുമ്പിൽ വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. നോട്ട് നിരോധനത്തിനെ കുറിച്ച് MT വാസുദേവൻ നായർ നിലപാട് വളരെ വ്യക്തമാണ്. കൽബുർഗിയും ഗോവിന്ദ ബൻസാരെയും ഗൗരി ലങ്കേഷിനെ പോലെയുള്ള എഴുത്തുകാരെ ജ്ഞാനവൃദ്ധരെ കൊന്നുള്ള ഈ രാജ്യത്ത് ഏറ്റവും പുതുതായിട്ട് അന്നപൂരണി എന്ന് പറയുന്ന സിനിമ 30 ദിവസം തിയേറ്ററിൽ കളിച്ചപ്പോൾ പ്രശ്നമില്ലാത്തവർ OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഇവിടെ വർഗീയവാദമായിട്ട് വന്ന ആ നെറ്റ്ഫ്ലിക്സിനെ കൊണ്ട് പിൻവലിച്ച ഈ രാജ്യത്ത് ഇവിടെ ജനാധിപത്യമുണ്ടോ അങ്ങേക്ക് എന്നതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ലേഖനം അദ്ദേഹം വായിച്ച ആ 3 പേജുള്ള ലേഖനത്തിൽ എവിടെയും നിങ്ങൾക്ക് പ്രതിഫലിക്കും ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾക്കെതിരെയാണ് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നില്ല എന്നത് എനിക്ക് അല്ല ഞാൻ പൂർത്തിരിക്കണം. എന്നെ എന്തിനാണ് സംസാരിപ്പിക്കാതിരിക്കുന്നത്? എനിക്ക് വളരെ വ്യക്തമായ മറുപടി ഞാൻ പറയട്ടെ. ഇന്ത്യയിൽ ജനാധിപത്യത്തിനെതിരെ യാതൊരു വെല്ലുവിളിയില്ലാത്ത ഒറ്റ സംസ്ഥാനം കേരളമേ ഉള്ളൂ. അത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ അത് എവിടെ നിർത്തുന്നു അവിടെ തുടങ്ങാൻ അങ്ങയിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യുകയും രണ്ടാമത്തെ ചോദ്യവും അങ്ങയിലേക്ക് തന്നെ വരികയും ചെയ്തതാണ്. അങ്ങേ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നൊന്നും പറഞ്ഞു കളയല്ലേ ശ്രീ റെജി ലൂക്കോസ്?